ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാബുൽ ഇഖ്ലാസ്, ആത്മാർത്ഥത പറയുന്ന ബാബ്. വ ഇഹ്വാരിൻ നിയ്യത്തി ഫി ജമീഇൽ അഅമാലി, എല്ലാ കർമ്മങ്ങളിലും നിയ്യത്ത് ഹാജരാക്കണം എന്നും പറയുന്ന ബാബ്. വൽ അഖ്വാലി, എല്ലാ വാക്കുകളിലും. വൽ അഹ്വാലിൽ ബാരിസത്തി വൽ ഖഫിയ്യത്തി, വെളിവായതും മറഞ്ഞതുമായ എല്ലാ ഹാലുകളിലും നിയ്യത്ത് ഹാജരാക്കണം എന്നും പറയുന്ന ബാബ്. ഖാലല്ലാഹു തആല വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ്. ലം യകുനിയിലാണിത്. വമാ ഉമിറൂ, മനുഷ്യരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദൂ, അവർ ഇബാദത്തെടുക്കാനല്ലാതെ അല്ലാഹുവിനിക്ക്. എങ്ങനെ ഇബാദത്തെടുക്കാൻ? മുഖ്ലിസീന ലഹുദ്ദീൻ, ഇബാദത്തിനെ അല്ലാഹുവിനിക്ക് തനിപ്പിച്ചവരാ നിലയിൽ, ഹുനഫാ, ആ സത്യത്തിലേക്ക് ചാഞ്ഞവരാ നിലയിലും. യഖീമുസ്സലാത്ത വയുതു സക്കാത്ത, നിസ്കാരം നിലനിർത്തുവാനും സക്കാത്ത് കൊടുത്തു വീട്ടുവാനും അല്ലാതെ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. വദാലിക ദീനുൽ ഖയ്യിമാ, അതാണ് ശരിയാതായിരിക്കുന്ന, ചൊവ്വാതായിരിക്കുന്ന ഇബാദത്തും ദീനും വിശ്വാസവും അതാണ്. എന്ത് വേണം? അള്ളാൻ്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഇബാദത്ത് എടുക്കണം. അതാണ് ദീനുൽ ഖയ്യിമ. ഖാലല്ലാഹു തആല ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ, അള്ളാഹുവിലേക്ക് എത്തൂല നിശ്ചയം. ലുഹൂമുഹ, നിങ്ങൾ അറക്കുന്ന ഉളുഹിയ്യത്തിൻ്റെ അറവ്, മൃഗങ്ങളുടേതായിരിക്കുന്ന മാംസങ്ങൾ എത്തൂല. വലാ ദിമാഉഹ, അതിൻ്റെ രക്തങ്ങളും എത്തൂല. നിങ്ങൾ അറക്കുന്ന അറവ് മൃഗത്തിൻ്റെ രക്തവും മാംസവും അള്ളാഹിലേക്ക് എത്തിച്ചേരുന്നില്ല. പിന്നെ എത്തുന്ന എന്താണ്? ലാക്കിൻ, പക്ഷേ, യനാലുഹു, അള്ളാഹുലേക്ക് എത്തും തഖ്വാ മിൻകും, നിങ്ങളെ വക്കൽ നിന്നുള്ള തഖ്വയാണ് എത്തുന്നത്. അള്ളാഹിനെ പേടിച്ചിട്ടും അള്ളാഹിൻ്റെ പ്രീതി കിട്ടാനും അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കാനും എത്ര കണ്ട് നിങ്ങൾ പൂതി വെക്കുന്നുണ്ട് എന്നുള്ളതായ കൽബിൽ വരുന്ന സംഗതിയില്ല. തഖ്വാ ഹാഹുനാ പറഞ്ഞാൽ അതെത്ര ഉണ്ട് എന്നാണ് അള്ളാഹ് നോക്കണത്. അല്ലാതെ ചോര എത്ര ഉണ്ട് എന്നുള്ള അല്ല നോക്കണത്, ഇറച്ചി എത്ര ഉണ്ട് എന്നല്ല നോക്കണത്. ഖാല തആല, അല്ലാഹ് പറയാണ്, ഖുൽ ഇൻ തുഖ്ഫൂ മാ ഫീ സുദൂരിക്കും, നബിയേ ആ സ്വഹാബത്തിനോട് പറയുക, ഇൻ തുഖ്ഫൂ മാ ഫീ സുദൂരിക്കും, നിങ്ങളുടെ മനസാന്തരങ്ങളിലുള്ള ഒന്നുണ്ടല്ലോ, ആ ഒന്നിനെ നിങ്ങൾ അള്ളാഹ് മാത്രം അറിയുന്ന രീതിയിൽ പൂത്തിവെച്ചാലും, ഔ തുബ്ദൂഹു, നിങ്ങൾ വെളിവാക്കിയാലും, യഅലമുഹുല്ലാഹ്, അള്ളാഹു അറിയും. അള്ളാഹ് അറിയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാലും അറിയും, പറഞ്ഞില്ലെങ്കിലും അറിയും. പിന്നെ വൻ അമീരിൽ മുഅ്മിനീൻ, ഒരു സഹാബിൻ്റെ പേര് ആദ്യം വരുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയോ? മൂപ്പര് പരത്തി പറയും. പാപ്പാൻ്റെ പേരും വല്യാപ്പാൻ്റെ പേരും അഡ്രസ്സൊക്കെ ഒന്ന് പറയും. പിന്നെ ഞാൻ ഉമർ റളിയല്ലാഹു അൻഹു പോവും. ആയിഷ ബീവിൻ്റെ പേരും പറയുമ്പോൾ ഫസ്റ്റ് പറയുമ്പോൾ എന്ത് ചെയ്യും? ഒന്നിട്ട് പരത്തി പറയും. സിദ്ദീഖ് എന്നൊരു പേര് ഫസ്റ്റ് പറയുമ്പോൾ ഒന്ന് പരത്തി പറയും. എന്നിട്ട് പിന്നെ നബി ബക്കറിൽ നിന്നാണ് പോകും. മനസ്സിലായില്ലേ? അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ പേര് ഫസ്റ്റ് വരുമ്പോൾ എന്ത് ചെയ്യും? ഒന്ന് പരത്തി. ഫസ്റ്റ് അതാ ഉമർ അള്ളാൻ്റെ പേരാണ് ഈ പറയാൻ പോകുന്നത്. അൻ അമീരിൽ മുഅ്മിനീൻ അബി ഹഫ്സിൻ ഉമർ ഇബ്നുൽ ഖത്താബി ഇബ്നു നുഫൈൽ ഇബ്നു അബ്ദുൽ ഉസ്സ ഇബ്നു റിയാഹ് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു ഖുർത്ത് ഇബ്നു റസാഹ് ഇബ്നു അദി ഇബ്നു കഅബ് ഇബ്നു ലുഅയ് ഇബ്നു ഖാലിബിൽ ഖുറശി അൽ അദവി. മൂപ്പരെ ഖുറൈശി എന്നുള്ളവർക്ക് ഖുറശി എന്നും പറയലുണ്ട്. മൂപ്പര് ഖുറൈശി കുളകൂട്ടത്തിൽ നിന്ന് അദി എന്ന വലിയാപ്പയിലൂടെ പോരുന്ന ആളാന്നുള്ളവർക്ക് അദവി എന്നും പറയുന്നുണ്ട്. അന്നഹു ഖാല, ഉമർ എന്നവർ പറയാണ്, സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, റസൂലുള്ളാഹി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. മൂപ്പർ നേരിട്ട് കേട്ടതാ. മൂപ്പർ നേരിട്ട് കേട്ടൊക്കെയാണ് മദീനത്ത് നിന്ന് പറയുന്നത്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി ഫസ്റ്റത്തെ പ്രസംഗമാണ്. ഞാൻ മുത്തനബി പറഞ്ഞത് ഈ ചൗടോട് ശരിക്കും കേട്ടിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഇന്നമൽ അമാൽ, നിശ്ചയം എല്ലാ കർമ്മങ്ങളുമാവുന്ന ബിന്നിയാത്തി, നീയത്തുകളനുസരിച്ചാണ്. ഏത് കർമ്മവും നീയത്തനുസരിച്ചാണ്. ഇന്നമാലി കൊല്ലും ഇമ്മാനവാ, നിശ്ചയം എല്ലാ ഒരു മനുഷ്യനിക്കും അവൻ കരുതിയ ഒന്നുണ്ട്. ഫമൻ, വല്ലവരുത്തനും കാനത് ഹിജറത്തുഹു, അവൻ്റെ ഹിജറ ആയാൽ ഇലല്ലാഹി വറസൂലിഹി, അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും പ്രീതിയിലേക്ക് ആണെങ്കിൽ, ഫഹിജറത്തുഹു ഇലല്ലാഹി വറസൂലിഹി, അവൻ്റെ ഹിജറ അള്ളാഹിൻ്റെയും അള്ളാഹു റസൂലിൻ്റെയും പ്രീതിക്ക് വേണ്ടിയാണ്. വമൻ കാനത്ത് ഹിജറത്തുഹു ലിദുനിയാ യുസീബുഹാ,
താൻ സമ്പാദിക്കാൻ ഉദ്ദേശിച്ച ദുന്യവിയായ നേട്ടത്തിലേക്കാണ് ഹിജറ എങ്കിൽ അങ്ങനെ ആളുണ്ട് ആ കൂട്ടത്തിൽ. ഇമ്രാത്തി അങ്കിയുഹ കെട്ടാൻ വിചാരിച്ച പെണ്ണിലേക്കാണ് എങ്കിൽ മദീനത്ത് ചെന്നിട്ട് ഈ സുന്ദരിയെ കെട്ടണം എന്നാണ് ഓൻ ഒരാളെ കണക്ക് വെച്ചുകാണ്ട് മദീനത്തേക്ക് ഹിജറ പോണതെങ്കിൽ ഫഹിജറത്തുഹു അവൻ്റെ ഹിജറ ഇലാ മഹാജറൈഹി താൻ യാതൊന്നിലേക്ക് ഹിജറ പോയോ അങ്ങനത്തെ ഒന്നിലേക്ക് കണക്കാക്കപ്പെടുന്നതാണ്. മുത്തഫഖുൻ അലൈഹി മുത്തഫഖുൻ ഏകോപിക്കപ്പെട്ടതാണ് അലാ സിഹത്തിഹി. ഈ ഹദീസ് സ്വഹീഹാണെന്ന് ഏകോപിക്കപ്പെട്ടെന്ന് കാരണം ഏകോപിച്ച ഒരാളുണ്ടാവുമല്ലോ, ആരാണ്? ബുഖാരിയും മുസ്ലിമും. റവാഹു ആണോ ഇനി കണ്ടോണ്ടികൾ ഇമാം ബുഖാരിനെയും ഇമാം മുസ്ലിമിനെയും പേര് പരത്തിയാണ് പറയണം കേട്ടോളി. റവാഹു ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തു ആര്? ഇമാമൽ മുഹദ്ദിസ്. തെസിനാൻ്റെ അലിഫാണ് അലിഫ് കേട്ടോ. ഇമാമൽ മുഹദ്ദിസീൻ സർവ്വ മുഹദ്ദിസീങ്ങൾക്കും ഇമാമായ രണ്ട് ആളുകൾ. സർവ്വ മുഹദ്ദിസീങ്ങൾക്കും ഇമാമായ രണ്ട് ആളുകൾ. ഏതാണ് ആ രണ്ടാളുകൾ? അബൂ അബ്ദില്ലാഹി മുഹമ്മദ് ബിനു ഇസ്മായിൽ ബിനി ഇബ്രാഹിം ബിനിൽ മുഗീറത്ത് ബിനി ബർദിസ്ബ പിന്നെ അൽ ജുഅഫിയു അൽ ബുഖാരിയു അല്ലേ. പിന്നെ രണ്ടാമത്തെ ഇമാമ് അബുൽ ഹുസൈനി മുസ്ലിം ബിനുൽ ഹജ്ജാജ് ബിനി മുസ്ലിമിൻ. മുസ്ലിം അള്ളാൻ്റെ വല്യാപ്പാൻ്റെ പേര് മുസ്ലിമിനെ. വല്യാപ്പാൻ്റെ പേര് സ്വഭാവം ഉണ്ടല്ലോ പണ്ടൊക്കെ, അടുത്ത കാലം വരെ ഉണ്ടായി വല്യാപ്പാൻ്റെ പേര് വരെ കുട്ടിയൊക്കെ ഇടുന്നത്. പിന്നെ അൽ കുശൈരി അൻ നൈസാബൂരി റളിയല്ലാഹു അൻഹുമാ ഫീ സഹീഹിഹിമാ അവർ രണ്ടുപേരുടെയും സഹീഹിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഈ ഹദീസിനെ ഈ രണ്ടാൾ റിപ്പോർട്ട് ചെയ്തു. എവിടെ റിപ്പോർട്ട് ചെയ്തു? തൻ്റെ സഹീഹിൽ റിപ്പോർട്ട് ചെയ്തു. സഹീഹ് മുസ്ലിമിലും സഹീഹുൽ ബുഖാരിയിലും. ഏതാണ് ആ രണ്ട് സഹീഹുകൾ? അല്ലദൈനി യാതൊന്നുകളായ ഹുമാ അവ രണ്ട് കിതാബും അസഹുൽ കുത്തുബിൽ മുസന്നഫ രചിക്കപ്പെട്ട കിതാബുകളിൽ ഏറ്റവും സഹീഹാണ്. രചിക്കപ്പെട്ട കിതാബ് പറയാൻ കാരണം അള്ളാൻ്റെ കിതാബുണ്ട് ഖുർആൻ, അത് രചിക്കപ്പെട്ടതല്ല. രചിക്കപ്പെട്ട കിതാബാണ് അള്ളാൻ്റെ കിതാബ് അല്ലാത്ത മുഴുവനും. അപ്പോൾ രചിക്കപ്പെട്ട കിതാബിൽ ഏറ്റവും സഹായതാണ് ബുഖാരിയും മുസ്ലിമും. പിന്നെ വാൻ ഉമ്മിൽ മുഅ്മിനീൻ ആയിഷ ബീവിനെ പറയുന്നത് ഉമ്മി അബ്ദില്ല. മുത്തനബിയാണ് ആയിഷ ബീവിക്ക് എന്ത് പേരിട്ട്? കുഞ്ഞത്തലമിട്ട് ഉമ്മു അബ്ദില്ലാന്ന് കുഞ്ഞത്തലമിട്ട്. ഉമ്മി അബ്ദില്ലാഹി അവ ചോദ്യം ചെയ്യും. ആയിഷ ബീവിക്ക് മക്കളൊന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെ ഉമ്മു അബ്ദില്ല എന്ന് പറയല്? അത് മുത്തനബി ഇട്ട പേരാണ്, എൻ്റെ പേര് ഉമ്മു അബ്ദില്ലയാണ്. പിന്നെ റളിയല്ലാഹു അൻഹാ അന്നഹാ കാലത്ത് ആയിഷ ബീവി പറയാണ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഗ്സു ജയ്സുന്നൽ കഅബത ഒരു കാലം വരും വന്ന് ഒരു സംഘം ആളുകൾ കഅബാലയത്തിനെതിരെ യുദ്ധത്തിന് തയ്യാറാകും. അങ്ങനെ വൈദാ കാനു അവർ വന്ന് ആകുമ്പോൾ വൈദാ മിനൽ അർദി ഭൂമിയിൽ നിന്ന് ഒരു വൈദാ ആയ സ്ഥലത്തെത്തുമ്പോൾ വിജനമായതും വിശാലമായതും ആധാരിക്കുന്നവരും അനുപ്രദേശത്തെത്തുമ്പോൾ യുഹ്സഫു ബി അവലിഹിം വാഹിരിഹിം അതിൽ നിന്ന് ആദ്യത്തെവരെയും അവസാനത്തെവരെയും സർവരും അങ്ങ് ഭൂമി പിടിച്ചു വിഴുങ്ങുന്നതാണ്. എല്ലാവരും ഭൂമിയിലേക്ക് അങ്ങ് അഴ്ത്തപ്പെടും. കാലത്ത് ആയിഷ ബീവി ചോദിച്ചു, കുൽത്തു പറയാണ്, കുൽത്തു ഞാൻ ചോദിച്ചു, യാ റസൂൽ അള്ളാൻ്റെ റസൂലേ കൈഫ യുഹ്സഫു ബി അവലിഹിം വാഹിരിഹിം എങ്ങനെയാണ് സർവരും എന്ത് ചെയ്യണം ഭൂമി പിടിച്ചു വിഴുങ്ങൽ? വഫീഹിം അസ്വാഖുഹും അവരിൽ അസ്വാക്ക് ഉണ്ടാകുമല്ലോ. അസ്വാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങാടിക്കാർ എന്നർത്ഥം. അതിൽ മോശപ്പെട്ട ആളുകളുണ്ടാകുമല്ലോ. മൻ ലൈസ മിൻഹും അല്ലാത്തവരുണ്ടാകുമല്ലോ. എപ്പോഴും നിസ്കരിച്ചു ദിക്റും ചൊല്ലി നിസ്കരിച്ചു അങ്ങനത്തെ ആൾക്കാരും ആ കൂട്ടത്തിലുണ്ടാകും. മോശക്കാരും ഉണ്ടാകുമല്ലോ. നല്ലോലും ചീത്തയും ആകെ കലർന്നിരിക്കെ ഭൂമി പിടിച്ച് വിഴുങ്ങുമ്പോൾ നല്ലോരും ചീത്തയും കൂട്ടിയാണോ പിടിക്കേണ്ടത്? മോശക്കാരെ മാത്രം ഭൂമി പിടിച്ചാൽ വിഴുങ്ങിയാൽ പോരെ? എന്താണ് ചോദ്യം? ആയിഷ ബീവിൻ്റെ ചോദ്യം. ആ സമയത്ത് കാല റസൂൽ പറയാണ് യുഹ്സഫു അവലിഹിം വാഹിരിഹിം സർവരും പിടിച്ചു വിഴുങ്ങും. സുമ്മ യുബ്അസൂന അലാ നിയ്യാതിഹിം പിന്നെ അവരുടെ നിയ്യത്തനുസരിച്ച് നാളെ മഹ്ശറിലേക്ക് അവർ ബഅസ് ചെയ്യപ്പെടുന്നതാണ്. നല്ല നിയ്യത്തിലാണ് എങ്കിൽ നല്ല നിയ്യത്തുള്ള ആളുകളെ ആ നിയ്യത്തനുസരിച്ചും മോശപ്പെട്ട നിയ്യത്തുള്ള ആളുകളുടെ ആ നിയ്യത്തനുസരിച്ചുമാണ് മഹ്ശറിലേക്ക് വരല്. അപ്പോൾ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്താണ്. മുത്തഫഖുൻ അലൈഹി ആദാ ലഫ്ദുൽ ബുഖാരി ഈ ലഫ്ദ് ഇങ്ങനെ തന്നെ ബുഖാരിൻ്റെ ലഫ്ദാണ്. പിന്നെ അപ്പോൾ മുസ്ലിമിൽ എന്തുണ്ട്? ഈ മാനുള്ള ഹദീസ് ഉണ്ട്. ലഫ്ദ് ഇങ്ങനെ തന്നെയാണ് എവിടെ ഉള്ളത്? ബുഖാരിയിലുള്ളത്. മുത്തഫഖുൻ അലൈഹി പറയാൻ കാരണം അതാണ്. ഇതേ മാനുള്ള എവിടെ ഉണ്ട് ഹദീസ്? മുസ്ലിമിലും
ഉണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹാ കാലത്ത് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഹിജ്റത ബഅദൽ ഫത്ഹി. മക്ക ഫത്ഹായി കഴിഞ്ഞാൽ പിന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകേണ്ടതില്ല. അതതിൻ്റെ അർത്ഥം. അല്ലാതെ തീരെ ഹിജറ അല്ല എന്നല്ല കേട്ടോ. ശരിയല്ലേ? മക്ക ഫത്ഹായിട്ട് ഇനി മക്കയിൽ നിന്ന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഹിജറ പോകേണ്ട ആവശ്യം വരുന്നില്ല. വലാക്കിൻ ജിഹാദും വനിയ്യ, പക്ഷേ അന്ത്യനാൾ വരെ ജിഹാദ് ഉണ്ടാകും. വനിയ്യത്തും നീയത്തും ഉണ്ടാകും. വൈദസ്തും ഫിർത്തും, പുറപ്പെടാൻ തേടപ്പെട്ട് കഴിഞ്ഞാൽ ഫംഫിറൂ, നിങ്ങൾ പുറപ്പെടണേ. മുത്തഫഖുൻ അലൈഹി. അപ്പോൾ മാനാഹു ഹദീസിനെ മാന ലാ ഹിജറ തമ്മി മക്കത്ത, മക്കയിൽ ഹിജറല്ല എന്നർത്ഥമുള്ളൂ, തീരെ ഹിജറല്ല എന്നല്ല. അല്ല ശരി. എന്നഹ സാറത്ത് ദാറുൽ ഇസ്ലാം, കാരണം മക്ക ദാറുൽ ഇസ്ലാമായി മാറിയില്ലേ. പിന്നെ ഹദീസ് വായിച്ചൂടി. വൻ അബ്ദുല്ലാഹി ബിൻ ജാബിർ ബിൻ അബ്ദുല്ലാഹി അൻസാരി റളിയല്ലാഹു അൻഹുമാ അന്നഹു ഖാല കുന്നാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉത്തരവിൻ്റെ കൂടെയായിരുന്നു വസാത്തിൻ, ഏതോ ഒരു യുദ്ധത്തിൽ. ഫഖാല, ആ സമയത്ത് തങ്ങൾ പറഞ്ഞു, സഹാബത്തെ ഇന്ന ബിൽ മദീനത്തിലെ റിജാലൻ, നമ്മളിവിടെ യുദ്ധത്തിലാണ് ശരിയാ, പക്ഷേ മദീനയിൽ കുറച്ച് മനുഷ്യന്മാരുണ്ട്. ഒരു യുദ്ധത്തിന് പോന്നിട്ടില്ലേ? ഓല് ചെയ്തിട്ടില്ല, യുദ്ധത്തിന് പോന്നിട്ടില്ല. ഓല് മദീനത്ത് ഉണ്ട്, യുദ്ധത്തിന് പോരാന്ന പോലെ പൂതിണ്ട് ഇനി, പക്ഷെ പോന്നിട്ടില്ല. ഇങ്ങോട്ട് എന്താണ് ആ റിജാലിനെ കുറിച്ച് റസൂലുള്ള പറയുന്നത്? മാസിർത്തും മസീറും വലാക്കത്തായത്തും വാദിയൻ, നിങ്ങളൊരു വഴിയിലൂടെ നടക്കുകയോ നിങ്ങൾ താഴ്വര മുറിച്ചു കടക്കുകയോ ഇല്ല കാനു മയക്കും, ആ മദീനയിലുള്ളതായിരിക്കുന്ന സഹാബത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടല്ലാതെ ഹബസഹുമുൽ മറന്നു, രോഗമാണ് അവരെ ഹബസ് ചെയ്തത്. നിങ്ങൾ ഒരു കുന്ന് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോഴും ഒക്കെ കൂലിയിൽ ആരെ കൂടെ ഉണ്ട്? നിങ്ങളെ കൂടെ ഓലുണ്ട്. കാരണം ഓർക്ക് നീയത്തുണ്ട്. എന്ത് നീയത്തുണ്ട്? പഠിച്ചോനെ, ഈ അസുഖമില്ലെങ്കിൽ നമുക്ക് എന്തിനു പോകുകയിനല്ലോ, യുദ്ധത്തിന് പോകുകയിനല്ലോ. റിവായത്തിന് റിപ്പോർട്ടിലുള്ളത് ഇല്ല ഷറക്കൂക്കും ഫിൽ അജിരി, കൂലിയിൽ അവർ നിങ്ങളോട് പങ്കാളികളായിട്ടല്ലാതെ, ഇങ്ങനെ ആ റിപ്പോർട്ടിലുള്ളത്. ഇതേ അർത്ഥം തന്നെ. റവാഹു മുസ്ലിം. അപ്പോൾ ഇല്ലാ കാനു മയക്കുന്നുള്ള സ്ഥാനത്ത് ഇല്ലാ ഷറക്കൂക്കും ഫിൽ അജർ എന്ന റിപ്പോർട്ടും ഒരേ ആശയത്തിലാണ്. റവാഹു മുസ്ലിമൻ റവൽ ബുഖാരി, ഹദീസ് റിപ്പോർട്ട് ഇരിക്കുന്നു ബുഖാരി. അനസ് റളിയല്ലാഹു അൻഹു, നേരത്തെ ആരെ തൊട്ടേ? ജാബിർ എന്ന് വരെ തൊട്ടാ. എന്നാൽ അനസ് എന്ന് വരെ തൊട്ട് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അന്നഹു കാല, അനസ് എന്നവർ പറയാണ്, റജഅനാ മിൻ ഗസ്വതി തബൂക്ക്, മറ്റിൽ ഏതോ യുദ്ധം എന്നാ പറഞ്ഞത്, ഇവിടെ അങ്ങനെയല്ല, ഇത് തബൂക്ക് എന്ന് തന്നെ പറഞ്ഞ്. തബൂക്ക് യുദ്ധം കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങി പോരുകയായിരുന്നു. മാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ കൂടെ. ഫഖാല, തങ്ങൾ പറഞ്ഞു, ഇന്ന അഖ്വാമൻ ഖൽഫനാ ബിൽ മദീന, മദീനയിൽ നമുക്ക് പിന്നിലുള്ളതായ കുറച്ച് ആളുകൾ, അതോ നമ്മളൊപ്പം പോരാത്ത ആളുകളാകുന്നത് മാസലക്കനാ ശൈബം വലാ വാദിയാ, ഒരു താഴ്വരയിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പർവ്വത വഴിയിൽ നമ്മൾ പ്രവേശിക്കുന്നില്ല, വല വാദിയൻ, വല താഴ്വരയിലും പ്രവേശിക്കുന്നില്ല, ഇല്ല വഹുമാന, അവർ നമ്മുടെ കൂടെ ഉണ്ടായിട്ടല്ലാതെ, ഹബസഹുമുല്ലുദുറു, കാരണമാണ് അവരെ തടഞ്ഞു വെച്ചത്. പിന്നെ വൻ അബി യസീദ, ഒറ്റ ഹദീസ് കൂടി വെച്ച് മതിയാക്കിയാണ്. വൻ അബി യസീദ മഅൻ ഇബ്നു യസീദ ബിനിൽ അഖ്നസി, ബഹുമാനപ്പെട്ട മാൻ എന്നവരെ തൊട്ട് റിപ്പോർട്ട്. മഅനാട്ട് അയിലുണ്ടാണ് മഅൻ റളിയല്ലാഹു അൻഹു. പിന്നെ വഹുവ വഅബൂഹു വജദ്ദുഹു സഹാബിയൂന, ഈ മഅനും ബാപ്പയാവുന്ന യസീദും മൂപ്പരാപ്പയാവുന്ന അഖ്നസും തന്നെയാണ് സഹാബാക്കളാണ്. മൂന്നാളും സഹാബാക്കളാണ്. മൂപ്പരും ഉപ്പയും വലിയ എന്താണ് സഹാബാക്കളാണ്. കാല മഅൻ റളിയല്ലാഹു അൻഹു പറയാണ്, കാന ബി യസീദു, എൻ്റെ വാപ്പയാവുന്ന യസീദ് ആയി, അഖറജ ദനാനീറ, കുറേ സ്വർണ്ണ നാണയം പുറപ്പെടുവിച്ചു, യതസദ്ദഖു ബിഹാ, അതും സ്വതക്ക ചെയ്യുന്നവരാ നിലയിൽ. ഫളാഹ ഇൻദ റജുലിൻ ഫിൽ മസ്ജിദി, അങ്ങനെ അത് കൊണ്ടുപോയി കാണ്ട് പള്ളിയിൽ ആളത്ത് കൊണ്ടുപോയി വെച്ചു. അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ സഹാബത്തിന് സ്വഭാവം ഉണ്ട്. അങ്ങനെ ചില ആളുകൾ എന്ത് ചെയ്യുന്നറിയോ, ചൊതക്ക ചെയ്ത ആൾ ആരാന്ന് അറിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ തരുന്ന ആളാന്ന് അറിയണ്ട വിചാരിച്ചാൽ, മാങ്ങണ ആളുമ്പം ഇവർ തരുന്ന ആളാന്ന് അറിയേണ്ട വിചാരിച്ചാൽ വലം കൈ എടുത്ത് ഇടത്തം കൈ ഇറേണ്ട വിചാരിച്ചാൽ വളരെ സ്വകാര്യം കൊണ്ടുപോയാണ്ട് ഓടിത്തോട്ടെ വിചാരിച്ചാൽ അടുത്ത് കൊണ്ടയച്ചു പോരും. ഓർക്ക് മനസ്സിലാവും ചെയ്ത് ആരോ എനിക്ക് സ്വതക്കേട് കുറഞ്ഞാൽ എനിക്ക് അറിയും ചെയ്യും, എടുത്ത് പോവുകയും ചെയ്യും. ഓർക്ക് അതിന് ഹലാലുമാണ്. കാരണം അങ്ങനെ പതിവെന്ന് മനസ്സിലാക്കിയെടുക്കല്ലോ അതൊക്കെ. അങ്ങനെ മഅൻ റളിയല്ലാഹു അൻഹു പറയാണ്, എൻ്റെ ഉപ്പ കുറച്ച് സ്വർണ്ണ നാണയം എടുത്തുകാണ്ട് പള്ളിയിൽ നിസ്കരിച്ചു കൊടുക്കുന്ന കാക്കാൻ്റെ ബാഗിൽ കൊണ്ടയച്ചു പോകുന്നു. എന്നിട്ടോ ഫജീത്തു, ഞാൻ ഇങ്ങനെ പള്ളിയിലേക്ക് എന്നപ്പോൾ ഉണ്ട് അവിടെ കുറച്ച് സ്വർണ്ണം കിടക്കണേ.
ഫഹസ്തു ഞാനെടുത്തു. വാപ്പ കൊണ്ടുവച്ചാന്ന് എനിക്കറിയാം. ആ ഫതൈത്തു ഹൂ ബിഹ, ഞാൻ അതുമായിട്ട് വാപ്പാൻ്റെ അടുത്ത് കണ്ടു ചെന്നു. ഫക്കാല, വാപ്പ പറഞ്ഞു വല്ലാഹി മാ ഇയ്യാക്കാറത്തു, പടച്ചോനാണ് നേരു, നിന്നല്ലടാ ഞാൻ ഉദ്ദേശിച്ചായിരുന്നു. ഞാൻ കാക്ക നിൽക്കരിച്ചിട്ടുണ്ടല്ലോ, ആ കാക്ക നിൽക്കാരെ കൈ എടുത്തുള്ളൂ വിചാരിച്ചാൽ ഞാൻ കൊണ്ടുവച്ചത്, ഇനി ഞാൻ നിന്നെ അല്ലടാ ഞാൻ ഉദ്ദേശിച്ചായിരുന്നു. പിന്നെ ഫഹാസം തുഹുയില റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ വിഷയം കേസ് ഞാൻ റസൂലുള്ളാഹി എന്നിട്ട് പറഞ്ഞു. ഇത് കൊണ്ടുപോയിടാനും വെച്ച, പിന്നെ എടുക്കാനും വെച്ചാറിന് മതി കുടുങ്ങിപ്പോയി. കൊണ്ടുപോയിടുക എന്നാണ് സ്വർണ്ണമല്ല, കൊണ്ടുപോയിടാനും പോയി മനസ്സിലില്ല. അതേ തരത്തിലോ കീസിക്കിടാൻ പടച്ചോനെ വാപ്പ ഉദ്ദേശിക്കാത്ത മൂപ്പർ ഉദ്ദേശിച്ചത് സാധനം ഞാൻ കീസി കിട്ടുക എനിക്ക് ഹലാലാവുന്നതിന് അങ്ങനെയും പേടി. അപ്പം ഇനി ഇത് മസാല അറിയാൻ വേണ്ടിങ്ങാണ്ട് മുത്തരവിട്ട് ചെന്നപ്പം ഇപ്പോൾ കാലത്തൊക്കെ ലക്കമാന വയത്ത് യസീദു, ബാപ്പാനെ ഒത്തുക്കേണ്ടതിനും യസീദെ നിങ്ങളെ നെയ്യത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. നിങ്ങൾ നെയ്യത്ത് എന്തേനു അയാൾക്ക് കൊടുക്കാനല്ലേ, ആ അയാൾക്ക് കൊടുത്ത കൂലി നിങ്ങൾക്ക് കിട്ടും. ഇഞ്ഞോ പൊലക്കമാഹത്ത ഞാൻ മായന ഈ എടുത്ത എനിക്ക് ഹലാലുമാണ്, ഈ എടുത്തില്ലേ എനിക്കത് ഹലാലുമാണ്. പിന്നെ മറ്റേ ആൾക്ക് എന്ത് ചെയ്യുക, അയാൾ നെയ്യത്തിൻ്റെ കൂലി പാപ്പാക്കുണ്ട്. ഓക്കെ, റവാഹുൽ ബുഖാരി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹ്, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വൻ അബീ ഇസ്ഹാഖ സഅദ് ബിൻ അബി വഖാസിൻ മാലിക് ബിൻ ഉഹൈബ് ബിൻ അബ്ദി മനാഫി ബിൻ സുഹറത്ത് ബിൻ കിലാബ് ബിൻ മുറത്ത് ബിൻ കഅബ് ബിൻ ലുഅയ് ബിൻ ഖുറശി അനിൽ ഖുറശി അൽ സുഹരി അഹദിൽ അശറത്തിൽ മഷ്ഹൂദി ലഹും ബിൽ ജന്ന, സ്വർഗം കൊണ്ട് ഏത് വിഭാഗത്തിനിക്ക് ഷഹാദത്ത് പറയപ്പെട്ടിരിക്കുന്നുവോ അങ്ങനെയുള്ള 10 ആളുകളിൽ ഒരാളായ സഅദ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരെ തൊട്ട് റിപ്പോർട്ട് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല, സഅദ് റളിയല്ലാഹു പറയാണ്, ജാഅനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഊദുനി ആമാ ഹജ്ജത്തുൽ വദാഇ, ഹജ്ജത്തുൽ വദാഇൻ്റെ വർഷം എന്നെ രോഗം സന്ദർശിക്കാൻ വേണ്ടി മുത്തനബി എൻ്റെ അടുത്ത് വന്നോ. മീൻ വജ്ഇൻ, എനിക്കെന്താ സുഖം ഉണ്ടായത്, എനിക്കൊരു വേദന കാരണമായി, ഇഷ്തദ്ദബി എന്നിൽ കഠിനമായതായ. ഫഖുൽത്തു, ഞാൻ സമയത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇകന്ന് ഇന്നി കത് ബലഗബി മാ മിനൽ വജ്ഇ, വേദനയാൽ എന്നിൽ ഇതാ എത്തിയിരിക്കുന്നല്ലോ നബിയെ, നിശ്ചയം മാത്ര തങ്ങൾ മനസ്സിലാക്കിയ ഒന്ന്. വാന, ഞാനാവുന്ന ധൂമാലിൻ, ധാരാളം സമ്പത്തുള്ളവനാണല്ലോ, വല ഇരുസുനി ഇല്ലം ബിനത്തുല്ലി, എന്നെ ഇരുസെടുക്കുകയില്ല എൻ്റെ ഒരു ഏക മോളല്ലാതെ, ആയിഷാന്ന് പേരിൽ ഒറ്റ മോളല്ലാതെ. എന്നുവെച്ചാൽ തൻ്റെ അടുത്ത വാരിസ് ആയതുകൊണ്ട് ഓളേ ഉള്ളൂ. അല്ലെങ്കിൽ സംഗതി ഇപ്പം അസ്ബക്കാരൊക്കെ ഇനി ഇതിൽ പോയാൽ ഇബിനമ്മും അമ്മൻ്റെ അമ്മൊക്കെ ഉണ്ടാവും, അങ്ങനെ പോവല്ലത്. പിന്നെ അഫാത്ത സദ്ദക്ക് ബിദുൽ സൈമാലി, എൻ്റെ മാലിൻ്റെ 2 ഭാഗവും ഞാൻ സദക്ക ചെയ്തോട്ടെ നബിയെ, അല്ലെങ്കിൽ വസീയത്ത് ചെയ്തോട്ടെ അർത്ഥത്തിനും ആകപ്പാ പറഞ്ഞു. കൊൽത്തു കാല, തങ്ങൾ പറഞ്ഞില്ല അത് വേണ്ട, സുലുസാനി ഒന്നായി കൊടുക്കൊന്നും വേണ്ട. കൊൽത്തു, ഞാൻ ചോദിച്ചു ഫഷത്തുറു യാ റസൂലല്ലാഹ്, എന്നാൽ പിന്നെ ഷത്തർ കൊടുക്കലേയായിരുന്നു, പകുതി നിസ്ഫ് കൊടുക്കലേയായിരുന്നു. കാല, തങ്ങൾ പറഞ്ഞില്ല വേണ്ട, നിസ്ഫും കൊടുക്കണ്ട. കൊൽത്തു, ഞാൻ ചോദിച്ചു എന്നാ സുലുസു യാ റസൂലല്ലാഹ്, എന്നാൽ പിന്നെ ഞാൻ സ്വതക്ക ചെയ്യുന്ന സുലുസ് ആയിക്കോട്ടല്ലേ, 1/3 ആയിക്കോട്ടല്ലേ ആയിരുന്നു. കാല, തങ്ങൾ പറഞ്ഞു സുലുസു ആയിക്കോട്ടെ, സുലുസ് ആയിക്കോട്ടെ. എന്നിട്ട് തങ്ങൾ നിർത്തിയില്ല. വസ്തുലുസു കസീർ, സുലുസ് എന്നെ എമ്പാടുമാണ്. ഓ കബീർ, ഷുക്കുറവ്യ, അല്ലെങ്കിൽ കബീർ ധാരാളമാണ്, വലുതാണ്. ഇന്നക്കാനിശ്യം സൈതേനി അന്തതറ വറസത്തക്ക അഗ്നിയ, നിൻ്റെ അനന്തരാവകാശികളെ സമ്പന്നന്മാരായിട്ട് ഒഴിച്ചിടൽ ഹൈറുൻ ഹൈറാണ്, മിന്നന്തതറഹും ആല, അവരെ നീ ദരിദ്രരാക്കി ഒഴിച്ചിടുന്നതിനേക്കാൾ എത്തക്കഫൂനന്നാസ, ജനങ്ങളുടെ മുമ്പിൽ കൈകാണിച്ച് ഇരക്കുന്നവരാ നിലയിൽ. വൈന്നക്കാൻ നിശ്ചയമായി നീലം തുംഫിക നഫക്കത്തൻ, ഒരു ചെലവഴിക്കൽ നീ ചെലവഴിക്കൂല, എങ്ങനത്തെ ചെലവഴിക്കലാണ്, തബ്തഗി ബിഹാ വജ്ഹല്ലാഹി, അതുകൊണ്ട് അള്ളാഹിൻ്റെ പ്രീതി മാത്രം നീ പ്രതീക്ഷിക്കും തേടും. അങ്ങനത്തെ ചെലവഴിക്കൽ നീ ചെലവഴിക്കൂല, ഇല്ല ഉജിർത്താലൈഹ, അതിൻ്റെ മേൽ നീ എനിക്ക് കൂലി നൽകപ്പെട്ടിട്ടല്ലാതെ. എത്രത്തോളം, ഹത്താമാത ജലുഫി ഫിമ്രാത്തിക്കാൻ, എൻ്റെ ഭാര്യൻ്റെ വായിലേക്ക് നീ ആക്കുന്ന ഒരു പിടി ഭക്ഷണം വരെ. കാല, റിപ്പോർട്ടർ പറയാണ്, ഇപ്പോൾ കൊൽത്തു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലേ, ഉഖല്ലഫു ബഅദ അസ്ഹാബി, എൻ്റെ അസ്ഹാബിന് ശേഷം എന്നെ പിന്തിക്കപ്പെടുമോ നബിയേ, അഥവാ എനിക്ക് മദീനത്ത് നിന്ന് മരിക്കാൻ കൂടൂലേ, ഇനി ആ രോഗിയായിട്ട് കുറച്ച് കാലം ഇവിടെ തന്നെ, അല്ലെങ്കിൽ രോഗം മാറിങ്ങാണ്ടോ മറ്റോടോ മദ്ക്കെ തന്നെ കഴിയേണ്ടി വരുമോ നബിയേ. കാല, തങ്ങൾ പറഞ്ഞു, ഇന്ന കലൻ തുഹല്ലഫ, നിന്നെ പിന്തിക്കപ്പെടുകയില്ല. താമൽ അമൽ എന്താ ബിഹി വജ്ഹല്ലാഹി, അങ്ങനെ നീ അമൽ ചെയ്യൂല, അതുകൊണ്ട് അള്ളാഹിൻ്റെ പ്രീതി തേടിങ്ങോണ്ട് അമൽ ചെയ്യൂല.
ഇല്ലസ്ദത്ത ബിഹി ദറജത്തൻ, അത് കാരണമാണ് ഈ ദറജ നീ കയറി ദറജയാൽ നീ ഏറിയിട്ടല്ലാതെ റിഫഅത്തൻ ഉയർച്ചയാലും നീ ഏറിയിട്ടല്ലാതെ വലാല്ലക്ക എന്നിട്ട് വിധങ്ങൾ ഒരു പ്രതീക്ഷ പറയാണ്. ഷാരീൻ്റെ വായിൽ നിന്ന് വരുന്ന തരജൊക്കെ യക്കീനെ ഫൈദിപ്പിക്കും. നിശ്ചയമായ അപ്പോൾ ലാല്ലക്കാനിയായേക്കാം, അൻ തുഹല്ലഫാനി ബന്ധിക്കപ്പെടുന്നവനായേക്കാം. ഒരു വരാൻ പോകുന്ന കാര്യം നബിതങ്ങൾ പ്രഖ്യാപിക്കുകയാണത്. എന്താ തങ്ങൾ പറഞ്ഞത്? നീ ബന്ധിക്കപ്പെടാന്ന പെടട്ടോ. അത്താ എന്തഫ്യ വീക്കാക്കുവാമോ, നിന്നെ കൊണ്ട് കുറേ കൗമിനിക്ക് ഉപകാരം കിട്ടും. നിന്നെ കൊണ്ട് മറ്റു കുറേ ആളുകൾ ഇടങ്ങാറാകുകയും ചെയ്യും. അത്രത്തോളം നിന്നെ ബന്ധിക്കപ്പെട്ടേക്കാം. പിന്നെ ഇറാഖൊക്കെ ഇസ്ലാമിൻ്റെ അധീനത്തിൽ വരുന്ന കാലത്തൊക്കെ മഹാനുണ്ട്, അദ്ദേഹത്തിൻ്റെ പിന്നെ സഹായക്കാരുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കുഫാർ ഇടങ്ങാറായിട്ടുമുണ്ട്. അതുകൊണ്ട് എന്തായിട്ടുണ്ട്, മുഅ്മിനീങ്ങൾക്ക് ധാരാളം സുഖം മുപ്രമാണ് പോലത്തെ അന്നേരമൊക്കെ ഉണ്ടായിട്ടുമുണ്ട്. എന്തിന് അല്ലാഹു റസൂൽ ദുആരിക്കണം, അല്ലാഹു അംലി അസ്ഹാബി ഹിജറത്തഹും, എൻ്റെ അസ്ഹാബിനിക്കോടെ ഹിജറ നീ കഴിച്ച് കടത്തേണമേ. വലാ തറുദ്ദഹും വലാ അക്കാബിഹിം, അവിടെ മടമ്പുകളുടെ മേൽ അവരിനി മടക്കല്ലേ അല്ലാ. ലാക്കിനിൽ ബാഇസു, എങ്കിലും കുടുക്കിൽ കുടുങ്ങിയവനും വിഷമത്തിൽ അകപ്പെട്ടവനും സഅദ് ഇബ്നു ഖൗലയാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഈ ഇർസീലഹു എന്ന് പറഞ്ഞ വാക്ക് മുത്തലിമിൻ്റെ വാക്കല്ല, അത് ഒന്നുകിൽ സഅദ് റളിയല്ലാഹുവിൻ്റെയോ അല്ലെങ്കിൽ ഏതോ റാവിമാരുടെ വാക്കാണ്. ഇർസീലഹു, ഈ സഅദ് ഖൗലക്ക് വേണ്ടി കാണ്ട് അനുശോചിക്കുകയാണ്. തങ്ങളുടെ മനസ്സിലെ സങ്കടം വെളിവാക്കി പറയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ കാരണം? അനമാത ബിമക്കത്ത, താൻ ഇട്ടേച്ചു പോയ മദീന ഹിജറ പോയിട്ട് വീണ്ടും മക്ക തന്നെ വെച്ച് മരിക്കേണ്ടി വന്നല്ലോ എന്നതിൻ്റെ മേലിൽ തമിതങ്ങൾ എന്ത് ചെയ്താണ്? സഅദ് ഇബ്നു ഖൗലക്ക് വേണ്ടി കണ്ട് അനുശോചനം പറയുകയാണ്. അൻ അബീ ഹുറൈറത്ത അബ്ദുറഹ്മാൻ ബിൻ സഖ്രി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ ശരീരത്തിലേക്കോ രൂപങ്ങളിലേക്കോ നോക്കുന്നില്ല, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് അവൻ നോക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രൂപഭാവങ്ങളിലേക്കല്ല അവന്റെ നോട്ടം. കർമ്മങ്ങളുടെ ഉദ്ദേശശുദ്ധിയാണ്. നല്ല നിയ്യത്തോടുകൂടി നല്ല കർമ്മങ്ങൾ നാം ചെയ്താൽ അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതാണ്. അതാ ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും, നിങ്ങളുടെ ശരീരത്തിലേക്കോ രൂപങ്ങളിലേക്കോ അല്ല അള്ളാഹു നോക്കുന്നത്. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, തീർച്ചയായും നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അടുത്ത ഈ ഹദീസ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. വഅൻ നബി മൂസ അബ്ദുല്ലാഹി ഇബ്നു ഖൈസിനിൽ അശ്അരി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം. ഖാല സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിർ റജുലി യുഖാതിലു ശജാഅതൻ വയുഖാതിലു ഹമിയതൻ വയുഖാതിലു റിയാൻ അയ്യു ദാലിക ഫീ സബീലില്ലാഹ്. فقال رسول الله صلى الله عليه وسلم من قاتل لتكون كلمة الله هي العليا وهو في سبيل الله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെടുകയാണ്, ധൈര്യം പ്രകടിപ്പിക്കാൻ, വിരോധം തീർക്കാൻ, പ്രശസ്തി നേടാൻ യുദ്ധം ചെയ്യുന്നവരെ കുറിച്ച് നബി തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, ആരാണ് അള്ളാഹുവിന്റെ വചനം, കലിമത്തുള്ള അള്ളാഹുവിന്റെ പ്രസ്ഥാനം, അള്ളാഹുവിന്റെ വചനം ഉന്നതമാകുന്നതിന് വേണ്ടി യുദ്ധം ചെയ്യുന്നവൻ, അവൻ അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. ധീരത പ്രകടിപ്പിക്കാൻ വേണ്ടി, വിരോധം തീർക്കാൻ വേണ്ടി, പ്രശസ്തി നേടാൻ വേണ്ടി യുദ്ധം ചെയ്താൽ അത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമല്ല. നേരെ മറിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാകുന്നത് അള്ളാഹുവിന്റെ വചനം, അള്ളാഹുവിന്റെ കലാം വിജയിക്കുന്നതിന് വേണ്ടി, അത് ഉന്നതിയിലെത്താൻ വേണ്ടി ആരാണോ യുദ്ധം ചെയ്യുന്നത്, ആ യുദ്ധമാണ് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യ യോഗ്യമായ യുദ്ധമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ഹദീസ് മുത്തഫഖുൻ അലൈഹിയാണ്, ബുഖാരിയും മുസ്ലിമും ഏകോപിച്ചതായ ഹദീസാണ്. ഇനി 9ാമത്തെ ഹദീസ്, അൻ അബീ ബക്രത നുഫൈ ഇബ്നുൽ ഹാരിസ് സഖഫി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദൽ തഖൽ മുസ്ലിമാനി ബിസൈഫിഹിമാ
فالقاتل والمقتول في النار قلت يا رسول الله هذا القاتل فما بال المقتول قال إنه كان حريصا على قتل صاحبه. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, രണ്ട് മുസ്ലിങ്ങൾ വാളെടുത്ത് പരസ്പരം ഏറ്റുമുട്ടി ഒരാൾ കൊല്ലപ്പെട്ടാൽ കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ്. ഇത് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ചോദിച്ചു, കൊലയാളിയുടെ കാര്യം, അതായത് ഹാദൽ ഖാത്തിൽ, ഈ കൊലയാളിയുടെ കാര്യം, കൊന്നവന്റെ കാര്യം നമുക്കൊക്കെ വ്യക്തമാണ്, അത് പറയേണ്ട ആവശ്യമില്ല. എന്നാൽ കൊല്ലപ്പെട്ടവൻ എങ്ങനെ നരകത്തിലാവും? ഫമാ ബാലുൽ മഖ്തൂൽ, കൊല്ലപ്പെട്ടവൻ എങ്ങനെ നരകത്തിലാവും? ഇവിടെ പറഞ്ഞത് അൽ ഖാത്തിലു വൽ മഖ്തൂലു ഫിന്നാർ, കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ്. അപ്പം കൊന്നവൻ നരകത്ത് തന്നെ, അതൊക്കെ. എന്നാൽ കൊല്ലപ്പെട്ടവൻ എങ്ങനെയാണ് നരകത്തിലാകുന്നത്? നബി തങ്ങൾ പറഞ്ഞു, കൊല്ലപ്പെട്ടവൻ തന്റെ സഹോദരനെ കൊല്ലാൻ അതിയായി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അവനെ കൊന്നുപോയത്, അവൻ കൊല്ലപ്പെട്ടത് കൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റവനെ കൊല്ലാൻ ഇവൻ തയ്യാറായിരുന്നു. അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിയ്യത്ത് നന്നാക്കണം. ഈ ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിമും ഇമാം ബുഖാരിയും റിപ്പോർട്ട് ചെയ്ത മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കി നമുക്ക് പിന്നീട് പറയാം. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റിയാദുസ് സാലിഹീൻ ക്ലാസ് 4. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. 4ാമത്തെ ക്ലാസ് ആണ്. അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ തങ്ങൾ നിവേദനം ചെയ്യുന്ന ഹദീസ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വലാത്തുർ റജുലി ഫീ ജമാഅത്തിൻ തസീദു അലാ സ്വലാത്തിഹി ഫീ സൂഖിഹി വ ബൈത്തിഹി ബിദ്അൻ വ 20 ദറജ. സ്വലാത്തുർ റജുലി ഫീ ജമാഅത്തിൻ, ഒരു വ്യക്തി ജമാഅത്തായിട്ട് നിസ്കരിക്കൽ, ഒരു പുരുഷൻ ജമാഅത്തായിട്ട് നിസ്കരിക്കൽ, തസീദു, അത് വർദ്ധിക്കും, അത് ഏറും, അലാ സലാത്തിഹി, അവന്റെ നിസ്കാരത്തിനേക്കാൾ, ഫീ സൂഖിഹി, അങ്ങാടിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ വർദ്ധിക്കും, വ ബൈത്തിഹി, വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാളും വർദ്ധിക്കും, ബിദ്അൻ വ 20 ദറജ, 20ലധികം പദവി. ഒരു പുരുഷൻ പള്ളിയിൽ വെച്ച് ജമാഅത്തായി നിസ്കരിക്കുന്നതിന് അങ്ങാടിയിൽ വെച്ചോ വീട്ടിൽ വെച്ചോ നിസ്കരിക്കുന്നതിനേക്കാൾ 20ലധികം പദവി പ്രതിഫലമുണ്ട്. വദാലിക അന്ന അഹദഹും ഇദാ തവല്ലഅ ഫഅഹ്സനൽ വുളൂഅ. വദാലിക, അത് കാരണം, അന്ന അഹദഹും ഇദാ തവല്ലഅ, അവൻ നന്നായി വുളൂ ചെയ്തു, അതായത് അവൻ കാമിലായ നിലക്ക് വുളൂ ചെയ്തു. ഇദാ തവല്ലഅ, അവൻ വുളൂ ചെയ്തു, ഫഅഹ്സനൽ വുളൂഅ, വുളൂഇനെ നന്നാക്കുകയും ചെയ്തു, അതായത് പരിപൂർണ രൂപത്തിൽ വുളൂ ചെയ്തു. സുമ്മ അത്തൽ മസ്ജിദ, പിന്നീട് അവൻ പള്ളിയിലെത്തുന്നു. ലാ യുരീദു ഇല്ല സ്വലാത്ത, അവൻ നിസ്കാരത്തെ അല്ലാതെ ഉദ്ദേശിക്കുന്നില്ല. ലാ യൻഹസുഹു ഇല്ല സ്വലാത്ത്, ഓനോന്റെ വീട്ടിൽ നിന്ന് പുറപ്പെടിച്ചിട്ടില്ല, ഇല്ല സ്വലാത്ത്, നിസ്കാരമല്ല, നിസ്കാരത്തിന് വേണ്ടി അല്ലാതെ ഓനോന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടില്ല. അപ്പോ അവന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് പള്ളിയിൽ വെച്ച് നിസ്കരിക്കാൻ വേണ്ടിയാ. ആ നിസ്കാരം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവൻ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നത്. എന്നാൽ ലം യഖ്തു ഖത്വതൻ ഇല്ലാ റുഫിയ ലഹു ബിഹാ ദറജത്തുൻ, അവൻ ഒരു ചവിട്ടടിയും വെച്ചിട്ടില്ല, ഇല്ലാ റുഫിയ ലഹു ബിഹാ ദറജത്തൻ, ഇതുകൊണ്ട് അവൻ പദവി ഉയർത്തപ്പെട്ടിട്ടല്ലാതെ. അവന്റെ ഓരോ കാലടിയും അവന്റെ പദവി ഉയർത്തുന്നുണ്ട്. വഹുത്ത അൻഹു ബിഹാ ഖതീഅത്തുൻ, ഈ കാലടികൾ കാരണമായി അവന്റെ പാപങ്ങൾ നീക്കുകയും ചെയ്യുന്നു. ഇത് കാരണമായിട്ട്, ഈ ഓരോ കാലടിയും കാരണമായിട്ട് അവന്റെ പദവികൾ ഉയർത്തുകയും പാപങ്ങൾ നീക്കുകയും ചെയ്യുന്നു. ഏതുവരെ? ഹത്താ യദ്ഖുലൽ മസ്ജിദ, പള്ളിയിൽ പ്രവേശിക്കുന്നത് വരെ. അങ്ങനെ ഫൈദാ ദഖലൽ മസ്ജിദ, അവൻ പള്ളിയിൽ പ്രവേശിച്ചാൽ കാന ഫിസ് സലാത്തി, അവൻ നിസ്കാരത്തിലാണ്. മാ കാനത്തിസ് സലാത്തു ഹിയല്ലതി തഹ്ബിസുഹു, പള്ളിയിൽ പ്രവേശിച്ചാൽ അവൻ നിസ്കാരത്തിൽ തന്നെയാണ്. ഏതുവരെ? നിസ്കാരത്തിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്ന സമയം അത്രയും. അവൻ നിസ്കാരത്തിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്ന സമയം അത്രയും അവൻ നിസ്കാരത്തിൽ തന്നെയാണ്. പിന്നെയോ വൽ മലായികത്തു യുസല്ലൂന, വൽ മലായികത്തു,
മലായിക്കത്തുകളെ യുസല്ലൂന അലാ അഹദിക്കും മാദാമ ഫീ മജ്ലിസിഹി അല്ലദീ സല്ലാ ഫീഹി വൽ മലായിക്കത്തു മലായിക്കത്ത് യുസല്ലൂന അലാ അഹദിക്കും നിങ്ങളിൽ നിന്നുള്ള ഒരാളുടെ മേൽ ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കും, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. മാദാമ ഫീ മജ്ലിസിഹി അല്ലദീ സല്ലാ ഫീഹി എവിടെ വെച്ചാണോ നിസ്കരിച്ചത് ആ നിസ്കരിച്ച സ്ഥലത്തായിരിക്കുന്ന കാലത്തോളം എത്ര സമയം ആ സ്ഥലത്ത് തന്നെ ഇരിക്കുന്നുണ്ടോ ആ സമയത്ത് മലായിക്കത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. യഖൂലൂന മലായിക്കത്ത് പറയും അല്ലാഹുമ്മ റഹംഹു അല്ലാഹുമ്മ ഗഫിർ ലഹു അല്ലാഹുമ്മ തുബ് അലൈഹി അല്ലാഹുമ്മ അല്ലാഹുവേ ഗഫിർ ലഹു ഇർഹംഹു ഈ മനുഷ്യനെ നീ കരുണ ചെയ്യണേ, അല്ലാഹുമ്മ ഗഫിർ ലഹു ഈ മനുഷ്യനെ നീ പുറത്തു കൊടുക്കണേ, അല്ലാഹുമ്മ തുബ് അലൈഹി അവന്റെ തൗബ നീ സ്വീകരിക്കണേ എന്ന് അള്ളാഹുവിനോട് ഇങ്ങനെ മലായിക്കത്ത് ദുആ ചെയ്തുകൊണ്ടിരിക്കും. ഏതുവരെ? മാലം യുഅ്ദി ഫീഹി അവൻ മറ്റൊരാളെ പള്ളിയിൽ വെച്ച് വിഷമിപ്പിക്കാത്ത കാലത്തോളം. മറ്റൊരാളെ വിഷമിപ്പിച്ചാൽ അതവിടെ തീർന്നു, പിന്നെ ദുആ ഉണ്ടാവില്ല. മാലം യുഹദിസ് അശുദ്ധിക്കാരനാവാത്ത കാലത്തോളവും അതേ പ്രകാരം തന്നെ മറ്റൊരാളെ പരദൂഷണം കൊണ്ടോ മറ്റോ ബുദ്ധിമുട്ടിക്കാത്ത കാലത്തോളവും ആ മലായിക്കത്തിന്റെ ദുആ അവന് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഒരാൾ പള്ളിയിൽ പ്രവേശിച്ചു ജമാഅത്തിന് വേണ്ടി, ആ ജമാഅത്തിന് തന്നെ 20-ലധികം പദവി പ്രതിഫലമുണ്ട്. പിന്നെ ജമാഅത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പ്രവേശിച്ചാൽ തന്നെ നിസ്കാരത്തിലാണ്. നിസ്കാരം കഴിഞ്ഞ് അവിടെ തന്നെ അങ്ങനെ ഇരുന്നു ആരെയും ബുദ്ധിമുട്ടിക്കാതെ അശുദ്ധി വുളുഓട് കൂടി അവിടെ ഇരുന്നാൽ അവന് വേണ്ടി മലായിക്കത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. മുത്തഫഖുൻ അലൈഹി, ഈ ഹദീസ് മുത്തഫഖുൻ അലൈഹിയാണ്, അതായത് ബുഖാരിയും മുസ്ലിമും ഏകോപിച്ചതായ ഹദീസാ. പക്ഷേ വഹാദാ ലഫ്ളു മുസ്ലിമിൻ, ഇത് മുസ്ലിം റിപ്പോർട്ട് ചെയ്തതായ വാചകങ്ങളാണ് ഈ ഹദീസിലുള്ളത്. വഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൗല് നേരത്തെ പറഞ്ഞു യൻഹസുഹു, അടന്താ പറഞ്ഞ ലാ യൻഹസുഹു എന്ന് പറഞ്ഞല്ലോ. ലാ യൻഹസുഹു ഇല്ല സലാത്തു, ഓന് നിസ്കാരത്തിന് വേണ്ടി അല്ലാതെ പുറപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഓന് നിസ്കാരമാണ് അവൻ എന്താക്കിയത്, വീട്ടിൽ നിന്ന് പുറപ്പെടുവിച്ചത്. യൻഹസുഹു എന്ന് പറഞ്ഞാൽ ബിഫത്തിഹിൽ യാഇ വൽ ഹാഇ വബിസ്സാഇ അതിനുശേഷം യുഹ്രിജുഹു വയുൻഹിലുഹു. അപ്പൊ അവൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്? നിസ്കാരം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് അവൻ വീട്ടിൽ നിന്ന് കാലടികളെ വെച്ചുകൊണ്ട് പള്ളിയിലേക്ക് പുറപ്പെട്ടത്. അടുത്ത ഹദീസ്, വാൻ നബിൽ അബ്ബാസ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുമാ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീമാ യർവി അൻ റബ്ബിഹി തബാറക വ തആല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസ് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങൾ നിവേദനം ചെയ്യുകയാണ്. ഖാല, നബി തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ കതബൽ ഹസനാതി വസ്സയ്യിആതി സുമ്മ ബയ്യന ദാലിക. ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല കതബൽ ഹസനാതി വസ്സയ്യിആത് നന്മകളെയും തിന്മകളെയും നിർണയിച്ചു. സുമ്മ ബയ്യന ദാലിക പിന്നെ നന്മകളെയും തിന്മകളെയും വിശദീകരിക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളെയും തിന്മകളെയും നിർണയിക്കുകയും വിവരിക്കുകയും ചെയ്തു. ഫമൻ ഹമ്മ ബിഹസനത്തിൻ ഫലം യഅമൽഹാ കതബഹല്ലാഹു ഇൻദഹു തബാറക വ തആല ഇൻദഹു ഹസനതൻ കാമില. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വമൻ ഹമ്മ വല്ലവനും ഉദ്ദേശിച്ചു, ബിഹസനത്തിൻ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, ഫലം യഅമൽഹാ ആ നന്മ ചെയ്തതുമില്ല, എന്നാൽ കതബഹല്ലാഹു ഇൻദഹു തബാറക വ തആല ഇൻദഹു ഹസനതൻ കാമില, അല്ലാഹുവിന്റെ അടുക്കൽ അത് ഒരു പൂർണ്ണ നന്മയായി രേഖപ്പെടുത്തും. ആരെങ്കിലും ഒരു നന്മ പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ചു, അത് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ അതൊരു പൂർണ്ണ നന്മയായി രേഖപ്പെടുത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വ ഇൻ ഹമ്മ ബിഹാ ഫഅമിലഹാ കതബഹല്ലാഹു 10 ഹസനാത്തിൻ ഇലാ 700 ളിഅഫിൻ ഇലാ അൾആഫിൻ കസീറ. ഇനി ഒരുത്തൻ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, ആ നന്മ ചെയ്യുകയും ചെയ്തു, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ധാരാളം ഇരട്ടി പ്രതിഫലം കൊടുക്കും, 10 ഇരട്ടി കൊടുക്കും, അങ്ങനെ 700 ഇരട്ടി വരെ പ്രതിഫലം നൽകും. അപ്പൊ ഉദ്ദേശിച്ചു നന്മ, ആ ഉദ്ദേശിച്ച നന്മ പ്രവർത്തിക്കുകയും ചെയ്തു, എന്നാൽ 10 മുതൽ 700 അതിനേക്കാൾ കൂടുതലും ഇരട്ടിയായി അത് രേഖപ്പെടുത്തുമെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്.
ഇനി വൈൻ ഹമ്മ ബിസയ്യിഅത്തിൻ ഫലം യഅമൽഹ കതബഹല്ലാഹു ഇൻദഹു ഹസനതൻ കാമില. ഇനി ഒരുത്തൻ ആരെങ്കിലും ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, പക്ഷേ ഫലം യഅമൽഹ അതവൻ ചെയ്തില്ല, എന്നാ കതബഹല്ലാഹു ഇൻദഹു ഹസനത്തുൻ കാമില. ആരെങ്കിലും ഒരു തിന്മ പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ചു, അത് പ്രവർത്തിച്ചില്ല, എന്നാൽ പൂർണ്ണമായ നന്മയായി അള്ളാഹു രേഖപ്പെടുത്തും. ഇനി ഫൈൻ ഹമ്മ ബിഹ ഫഅമിലഹ കതബഹല്ലാഹു സയ്യിഅത്തൻ വാഹിദ. ഒരുത്തൻ തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, ആ തിന്മ ചെയ്യുകയും ചെയ്തു, എന്നാൽ അള്ളാഹു ഒരു തിന്മ മാത്രമേ രേഖപ്പെടുത്തുകയുള്ളൂ. അപ്പൊ ഒരാൾ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, നന്മ ചെയ്തില്ല എങ്കിൽ അവനൊരു കൂലി ലഭിക്കുന്നു. നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, ആ നന്മ ചെയ്യുന്നു, എന്നാൽ അതിന് 10 മുതൽ 700 അതിനേക്കാൾ അധികവും പ്രതിഫലം ലഭിക്കുന്നു. ഒരാൾ തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, അത് ചെയ്തില്ല, എന്നാൽ അവന് ഒരു കൂലി ലഭിക്കുന്നു. തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, പക്ഷെ തിന്മ ചെയ്തു, എന്നാൽ അവന് ഒരു തെറ്റ് മാത്രമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളം നന്മകൾ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. ഇവിടെയൊക്കെ നിയ്യത്താണ്. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു, നിയ്യത്തുൽ മുഅ്മിനി ഖൈറും മിൻ അമലിഹി, അമലിനേക്കാൾ വലിയതാണ് നിയ്യത്ത്. അപ്പൊ ഇവിടെ തന്നെ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, നന്മ ചെയ്തിട്ടില്ല എങ്കിൽ തന്നെ പ്രതിഫലം ലഭിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ നിയ്യത്ത്, എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മുടെ നിയ്യത്ത് നന്നാക്കി കഴിഞ്ഞാൽ നമുക്ക് അതെല്ലാം വലിയൊരു മുതൽക്കൂട്ടാണ്. അതാ തുടക്കത്തിലെ ഹദീസിൽ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, അമലുകൾ പൂർണ്ണമായി സ്വീകരിക്കപ്പെടുന്നത് അത് നിയ്യത്തുകളെ കൊണ്ട് മാത്രമാണ്. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കിയുള്ള കാര്യം പിന്നീട് പറയാം. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വൻ അബി അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹി ബിനി ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ അല്ലാഹുവിന്റെ മോനാവുന്ന അബ്ദുല്ലാഹ് എന്നർത്ഥ റിപ്പോർട്ട്, ഇബ്നു ഉമർ തബിയുസുന്ന അന്നഹു ഖാല, മഹാന് പറയാണ്, സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, റസൂലുള്ളാഹി പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്തലക സലാസത്തു നഫരിൻ, 3 അടങ്ങുന്ന സംഘം പോയി, മിമ്മൻകാന ഖബലക്കും, നിങ്ങൾ മുൻഗാമികളിൽപ്പെട്ട പോയി അത്ത ആവാഹുമുൽ മബീത്തു, അവരുടെ രാത്രിയുള്ള താമസം അവരെ അണച്ചുകൂട്ടി, ഇലാ ജോരിൻ, ഒരു ഗുഹയിലേക്ക്, ഫദഖലൂഹു, അങ്ങനെ അവർ അതിൽ പ്രവേശിച്ചു. ഫൻഹദറത്ത് സഹറത്തുൻ, ഒരു പാറക്കല്ല് ഉരുണ്ടു വന്നു, മിന ജബലി, പർവ്വതത്തിൽ നിന്ന്, ഫസദ്ദത്ത് അലൈഹിമുൽ ഖാറ, അവരുടെ മേലിൽ അവരുടെ ഗുഹയെ അത് അടച്ചു. ഫഖാലു, അവർ തമ്മിൽ പറഞ്ഞു, ഇന്നഹു, നിശ്ചയമായിട്ടും കാര്യം, ലായുൻജീക്കും മിൻ ഹാദി സഹറത്തി, ഈ പാറക്കല്ലിനെ തൊട്ട് നിങ്ങളെ രക്ഷിക്കുകയില്ല, ഇല്ലാൻ തദുഉല്ലാഹ, അള്ളാഹിനോട് നിങ്ങൾ ദുആ ചെയ്യലല്ലാതെ, ബി സ്വാലിഹി അഅമാലിക്കും, നിങ്ങളുടെ അമലുകളിൽ നിന്ന് സ്വാലിഹായത് മുൻനിർത്തിയിട്ട്. ഖാല റജുലു മിൻഹും, അവരിൽപ്പെട്ട ഒരാൾ ദുആയിരുന്നു, അല്ലാഹുവേ, കാനലി അബവാനി ശൈഖാനി കബീറാനി, വൃദ്ധന്മാരായിരിക്കുന്ന വലിയവരായ വൃദ്ധന്മാരായ രണ്ട് മാതാപിതാക്കൾക്ക് കൂട്ടിട്ട് അബവാനി പറഞ്ഞ കേട്ടോ, മാതാപിതാക്കൾ എനിക്കുണ്ടായിരുന്നു. വകുന്തുല അഹ്ബികു കബലഹുമാഹിലം വല മാല, എൻ്റെ ഭാര്യ സന്താനങ്ങൾക്കോ വല മാല, എൻ്റെ അടിമകൾക്കോ ഞാൻ ഭക്ഷിപ്പിക്കുമായിരുന്നില്ല, പാൽ കുടിപ്പിക്കുമായിരുന്നില്ല, മാതാപിതാക്കൾ കുടിപ്പിക്കുന്നതിന് മുമ്പേ. പിന്നെ ഫനആബി, എന്നെ കൊണ്ട് ദൂരത്തായി, തൊലബുഷജരി, മരത്തെ തേടൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ വിറക് ശേഖരിക്കാൻ പോണ ആളാണ് ഉപ്പര്. അന്ന് വിറക് ശേഖരിക്കാൻ പോകൽ ദൂരത്തായി, യൗമൻ, ഒരു ദിവസം, ഫലം ഉരിഹ് അലൈഹിമാ, ഉമ്മാൻ്റെ ഉപ്പാൻ്റെയും മേലത്തേക്ക് ഞാൻ വൈകുന്നേരം തിരിച്ചു വന്നില്ല, അത്താനാമ, ഉറങ്ങുന്നത് വരെ. വന്നപ്പോൾ കോൽ ഉറങ്ങിയിട്ടുണ്ട്. ഫജഹലബ്തു ലഹുമാ ഖബൂഖഹുമാ, വൈകുന്നേരം അവർക്ക് കുടിപ്പിക്കാനുള്ള പാല് ഞാൻ അവർക്ക് വേണ്ടി കറന്നെടുത്തു. ഫജത്തുമാൻ ആയിമേനി, ഉമ്മാനെ ഉപ്പാനെ ഞാൻ ഉറങ്ങുന്നവരായിട്ട് എത്തിച്ചു. ഫകരിഹ്തു അൻ ഊഖിലഹുമാ, അവരെ ഉണർത്താൻ ഞാൻ, വാൻ അഗ്ബിക ഖബ്ലഹുമാ, അവർക്ക് മുമ്പ് ഞാൻ കുടിപ്പിക്കാനും ഞാൻ വെറുത്തു. അഹ്ലൻ വല ഔ മാല, എൻ്റെ അടിമകൾക്കോ എൻ്റെ ഭാര്യ സന്താനങ്ങൾക്കോ പാൽ കുടിപ്പിക്കാനും ഞാൻ വെറുത്തു. ഫലബിസ്തു, അങ്ങനെ രാത്രി താമസിച്ചു. വൽ ഖദ്ഹു അലാ യദീ, പാലും പാത്രം എൻ്റെ കരങ്ങളിലാണ്. ആ നിലക്ക് ഞാൻ കഴിച്ചു കൂട്ടി. അന്തളിറു ഇസ്തിഖാലുഹുമാ, മാതാപിതാക്കളുടെ ഉണർച്ചയെ ഞാൻ കാത്തുക്കുന്നവനാ നിലയിൽ. അത്താ ബരിക്കൽ ഫജർ, അങ്ങനെ വജിർ സാദിക്ക് വെട്ടിവിടർന്നു. വസ്സുബിയത്തു യതഗാവൗന യതളാഊന ഇന്ദ ഖദമയ്യ,
എൻ്റെ 2 കാൽപാദങ്ങളെടുക്കൽ എൻ്റെ കൊച്ചു പൈതങ്ങൾ ഇങ്ങനെ ഒച്ചുണ്ടാക്കുന്നുണ്ട്. ഫസ്തൈക്കല്ലാഹു 2 പേര് ഉണർന്നു. ഫശരിബാ ഖബൂഖഹുമാ അവരുടെ കുടിക്കാനുള്ള പാൽ അവർ കുടിച്ചു. അല്ലാഹുവേ ഇൻകുന്തു ഫഅൽതു ദാലിക ഈ പ്രവർത്തനം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇബ്തിഗാ വജീക നിൻ്റെ പ്രീതി തേടിങ്ങോണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫവർരിജ് അന്ന ഞങ്ങളെ തൊട്ട് നീ തുറവടിപ്പാടാക്കണേമാ ഒരു കാര്യത്തിനെ നഹ്നു ഫീഹി ഞങ്ങൾ ആ കാര്യത്തിലാണ് അങ്ങനത്തെ ഒന്നിനെ ആവുന്നതിനാൽ പിന്നെ ആദി സഹറായി പാറക്കല്ലിനാൽ അഥവാ ഈ പാറക്കല്ലിനെ തൊട്ട് ഞങ്ങൾ തുറപിടിപ്പാടാക്കണേ. ഫംഫറജത്ത് അല്പം അതങ്ങ് നീങ്ങിപ്പോയി. ലായസ്തതിഊന ഖുറൂജ മിന്നു പക്ഷേ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല. ഖാലല്ലാഹുറു മറ്റേ ആൾ ദുആയിരുന്നു അല്ലാഹുവേ ഇങ്ങനെ ഉച്ചപാടും കാര്യം കാനത്തിൽ ഇബ്നത്തു അമ്മിൻ എനിക്കൊരു പിതൃവ്യൻ്റെ മോളുണ്ടായിരുന്നു. കാനത്ത് അഹബ്ബന്നാസി ഇലയ്യ നാസൻ്റെ കൂട്ടത്തിൽ എന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവളായിരുന്നു. ഫിരിവായത്തിൻ കുന്തു ഉഹിബ്ബുഹുമാ കഅശദ്ദിമാ യുഹിബ്ബു റിജാലു നിസാഇ ആണ് വിഭാഗം പെണ്ണ് വിഭാഗത്തിനെ ഹുബ്ബ് വെക്കുന്നതിൽ ഏറ്റവും ശക്തമായ ഹുബ്ബ് ഞാൻ അവിടെ വെക്കാറുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടിലുള്ളത്. വറത്തു അന്നാലാ നഫ്സിഹ നഫ്സിൻ്റെ മേൽ ഞാൻ അവളെ ഉദ്ദേശിച്ചു. ഫംതനഅത്ത് ഓൾ വിസമ്മതിച്ചു. മിന്നി എന്നെ തൊട്ട് ഹത്താ ലമ്മത്ത് ബി ആസനത്തും മിനസ്സിനീൻ അങ്ങനെ മുസീബത്തിൽപ്പെട്ട ബറം പിടിച്ച ഒരു ബറം പിടിക്കൽ ഒരിക്കൽ ഇറങ്ങി വന്നു. ഒരു മുസീബത്ത് കുടുങ്ങി തിന്നാനും കുടിച്ചാനും ഇല്ലാതെ കഷ്ടപ്പെടും വരൾച്ച ബാധിച്ചവൾക്ക്. ഫജാത്തിനി അങ്ങനെ അവളെൻ്റെ അടുത്ത് തിന്നാൻ വല്ല തരുമോ എന്ന് ചോദിച്ചും കൊണ്ട് വന്നു. കുടിച്ചാൽ വല്ല തരുമോ എന്നൊക്കെ ചോദിച്ചും കൊണ്ട് വന്നു. ഫയത്തൈത്തു ആയിശ്രീനാവ് മേത്ത ദീനാർ അവർക്ക് ഞാൻ 120 ദീനാർ കൊടുത്തു. അലാൻ തുഹല്ലിയ ബൈനിയോ ബൈനഫ്സിക അവളുടെയും എൻ്റെയും ഇടയിൽ അവൾ ഖാലിയാക്കി തരാൻ. ഫവാലത്ത് അങ്ങനെ അവൾ അത് ചെയ്തു. കാരണം ഓക്കിഞ്ഞ് ഹറാം ചെയ്താലും വേണ്ടില്ല ഓക്കെന്ത് വേണം അപ്പം പള്ളി പൈപ്പ് മാറണം. അങ്ങനത്തെ ഇതാ കതർത്തു അലേഹ ഓളമേൽ ഞാൻ കഴിവായപ്പോൾ ഫിരിവായത്ത് റിപ്പോർട്ടിലുള്ള കാത്തുബനിരിഹ അവിടെ 2 കാലുകൾക്കിടയിൽ ഞാൻ ഇരുന്നപ്പോൾ കാലത്തോൾ പറഞ്ഞു ഇത്തക്കില്ലാഹ അള്ളാനെ പേടിക്കണം കേട്ടോ. വലാ തഫുല്ലൽ ഖാതമ ഇല്ലാ ബിഹഖിഹി അർഹതയില്ലാതെ ശീര് പൊട്ടിച്ചു പോകരുത്. ഫൻസറഫ്തു അൻഹാ ഓളത്തോട്ട് ഞാൻ തിരിച്ചു പോന്നു. ഏത് സിരുവയ്യ അഹബ്ബുന്നാസി ഇലയ്യ അവൾ എന്നിലേക്ക് അഹബ്ബുന്നാസാണ്. വതറക്തു ദഹബല്ലദി ആതൈതു ആൾക്ക് കൊടുത്ത സ്വർണ്ണം ഞാൻ ഉപേക്ഷിക്കുകയും ചെയ്തു. അല്ലാഹുവേ ഇൻകുന്തു ഫഅൽതു ദാലിക ഇബ്തിഗാ വജീക നിൻ്റെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ടാണ് റബ്ബേ ഞാൻ ഇത് ചെയ്തത് എങ്കിൽ ഫഫ്റുജ് അന്നാ മാ നഹ്നു ഫീഹി ഞങ്ങളിപ്പോൾ ഏതൊന്നിലാണ് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിനെ തൊട്ട് ഞങ്ങളെ നീ തുറപ്പടിപ്പാടാക്കണേ. ഫംഫറജത് സഹറത്തു പാറക്കല്ല് നീങ്ങി. പക്ഷേ ഖൈറാന്നഹും ലാ യസ്തതിഊന ഖുറൂജ മിന്നാ പക്ഷേ അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ അവർക്ക് കഴിയുന്നില്ല. വഖാല സാലിസു മൂന്നാമൻ ദുആയിരുന്നു അല്ലാഹുവേ ഇസ്തജർതു ഉജറാ കുറച്ച് കൂലിപ്പണിക്കാരൻ ഞാൻ കൂലി പണിക്ക് വിളിച്ചിരുന്നു. വഅതൈതുഹും അജ്റഹും ഓലെല്ലാവരും കൂലി ഞാൻ കൊടുക്കുകയും ചെയ്തിരുന്നു. ഗൈറ റജുലിൻ വാഹിദിൻ ഒരാളെ കൂലിയല്ലാത്ത തറക്കല്ലദീലഹു തനിക്കുള്ള അവകാശം ആൾ ഉപേക്ഷിച്ചിട്ട് ഒഴിച്ചുപോയി. അദ്ദേഹം അങ്ങ് പോയി മറഞ്ഞു. ഫതമ്മർതു അജ്റഹു അദ്ദേഹത്തിന് കൊടുക്കേണ്ട കൂലിയെ ഞാൻ വളർത്തിണ്ടാക്കി. ഒരാട് കുട്ടിയാണ് ഈ കാര്യം അയാൾക്ക് കൊടുക്കേണ്ടതിന് കൂലി അങ്ങനെ ഞാൻ വളർത്തിണ്ടാക്കി. അത്താ കസറത്ത് മിന്നുൽ അംവാലു അതിൽ നിന്ന് സമ്പത്തുകൾ പെരുകി. അങ്ങനെ ഫജാനി അദ്ദേഹം പിന്നീട് എൻ്റെ അടുത്ത് വന്നു. ബാദഹീൻ കുറെ കാലങ്ങൾക്ക് ശേഷം. ഫകാല അദ്ദേഹം മറന്നിട്ടില്ല. അയാൾ ചോദിച്ചു യാ അബ്ദല്ലാ അള്ളാൻ്റെ അടിമേ അദ്ദീലയ്യ അജ്രി എൻ്റെ പഴയ കൂലി ഇന്നിലേക്ക് വീട്ടിത്തരൂ. ഫഖുൽതു ഞാൻ പറഞ്ഞു കൊല്ലു മാതറാ നീ അങ്ങോട്ട് നോക്കൂ ആ കാണുന്ന മുഴുവനും മിന്ന അജ്രിക്കാ നിൻ്റെ കൂലിയാൽ ഉണ്ടായി തീർന്നതാണ്. പിന്നെ ലിബിരി ഒട്ടകത്തിനാലും വൽ ബക്കരി ആടിനാലും വൽ ഗനമി ആടിനാലും വറക്കീക്ക് അടിമയാലും ആ കുന്നുമക്കണ് നോക്ക് ആ കാണുന്ന ഒട്ടകവും ആടും മാടും അടിമകളും മുഴുവനും നിൻ്റെതാണ്. ഫക്കാല അദ്ദേഹം പറഞ്ഞു യാ അബ്ദല്ലാ അള്ളാൻ്റെ അടിമേ ഞങ്ങളോട് കൂലല്ലേ ചോദിച്ചിട്ടുള്ളൂ. ലാ തസ്തഹ്സി ബിഹി നിങ്ങൾ എന്നെ കളിയാക്കല്ലേ. കൊൽത്തു ഞാൻ പറഞ്ഞു ലാ തസ്തഹ്സിബിക ഞാൻ നിങ്ങളെ കളിയാക്കുന്നതല്ല ഞാൻ നിങ്ങളോട് കാര്യം തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾക്കുണ്ടായിരുന്ന അന്നത്തെ ഒരാട്ടുംകുട്ടി ഉണ്ടല്ലോ അതിന് ഇന്നുണ്ടായതാണ് ആ സ്വത്ത് മുഴുവനും. അങ്ങനെ കേട്ടപ്പോൾ അഹദഹു കുല്ലഹു മുഴുവനും അദ്ദേഹം പിടിച്ചു. വസ്താഖു തോച്ചു കൊണ്ടുപോയി. ഫലം എത്തുറുക്കും പിന്നെ അതിൽ നിന്നൊരു ഷെയ്യും തന്നെ ഒഴിച്ചിട്ടതുമില്ല. അല്ലാഹുവേ ഇൻകുന്തു ഫഅൽതു ദാലിക ഈ കഷ്ടപ്പാട് മുഴുവനും വന്ന് ഞാൻ ചെയ്തത് എന്താ കഷ്ടപ്പാട്? ആട് കുട്ടിനെ വളർത്തിണ്ടാക്കി അതിന് വിറ്റ് പിന്നെയും ഉണ്ടാക്കി അതിന് വിറ്റ് പിന്നെ ഉണ്ടാക്കി അതിന് പിന്നെ പശു വാങ്ങി വളർത്തിണ്ടാക്കി ഇങ്ങനെ വരുത്തിനാക്കി എത്ര അധ്വാനം ഉണ്ടായിന്.
ഈ പണി മുഴുവനും ഞാൻ ചെയ്ത് വജീക്കാൻ എൻ്റെ പ്രീതി കേടിയിട്ടാണെങ്കിൽ ഫൗറുജന്ന ഞങ്ങളെ തൊട്ട് നീ തുറടിപ്പാടാക്കണേ മാ ഒന്നിനെ നൈനഫിഹി ഞങ്ങൾ ആ ഒരു വിഷമത്തിലാണ് ഫംഫറജത്തി സഹറത്തു പാറക്കല്ല് മൂന്നാമതൊന്നും നീങ്ങി ഫഹറജൂ യംശൂൻ നടക്കുന്നവരാ നിലയിൽ അവർ പുറത്തേക്ക് പുറപ്പെട്ടു മുത്തഫഖുൻ അലൈഹി. പിന്നെ